സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി സമസ്ത മുഖപത്രം സുപ്രഭാതം. കേന്ദ്രത്തെ വിമർശിക്കാൻ സർക്കാരിന് മടിയെന്ന് മുഖപത്രത്തിൽ വിമർശിക്കുന്നു. സമസ്ത മുഖപത്രം സുപ്രഭാതത്തിലാണ് ഇപ്പോൾ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. കേന്ദ്രത്തെ വിമർശിക്കാൻ സർക്കാരിന് മടിയാണ് എന്നൊക്കെ മുഖപത്രത്തിൽ വലിയൊരു വിമർശനം വന്നിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിനെതിരെയുള്ള നടപടികൾക്കൊക്കെ പുതിയ സർക്കാർ ഇപ്പോൾ വലിയൊരു മടി കാണിക്കുന്നു എന്നൊരു വിമർശനമാണ് പ്രധാനമായും മുഖപത്രത്തിൽ വിമർശനമായി വന്നിട്ടുള്ളത്. സർക്കാരിനെതിരെയാണ് ഇപ്പോൾ രൂക്ഷ വിമർശനം ഉന്നയിച്ചിട്ടുള്ളത്. കേന്ദ്ര സർക്കാരിൻ്റെ നടപടികൾക്കെതിരെയൊക്കെ ഇതിനു മുന്നേ തന്നെയും ഇത്തരത്തിൽ വിമർശനം ഉന്നയിക്കാൻ ഇപ്പോഴത്തെ സർക്കാർ വലിയൊരു മടി കാണിക്കുന്നു എന്നൊരു രീതിയിൽ ഒരു വിമർശനമാണിപ്പോൾ മുഖപത്രത്തിൽ നിന്നും വരുന്നത്. രൂക്ഷ വിമർശനമാണ് ഇപ്പോൾ സമസ്ത മുഖപത്രം സുപ്രഭാതം ഉന്നയിച്ചിട്ടുള്ളത്. വിവരങ്ങളുമായി റിയാസ് KMR ചേരുന്നുണ്ട്. റിയാസ്, എന്തായാലും സർക്കാരിനെതിരെ ഇപ്പോൾ രൂക്ഷ വിമർശനമാണ് സുപ്രഭാതത്തിൽ ഉന്നയിച്ചിട്ടുള്ളത്. എന്തൊക്കെ വിവരങ്ങളാണ് ഈ ഒരു സുപ്രഭാതം മുഖപത്രത്തിൽ ഉന്നയിച്ചിട്ടുള്ളത്? വിവരങ്ങൾ എങ്ങനെയാണ്? മുസ്ലിം പണ്ഡിത സംഘടനയായ സമസ്തയുടെ മുഖപത്രമാണ് സുപ്രഭാതം. അതിൽ തന്നെ ഈ PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് സർക്കാരിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചിരിക്കുകയാണ് സുപ്രഭാതം. അതായത് കേന്ദ്രത്തെ വിമർശിക്കാൻ UDF സർക്കാരിന് മടിയാണ് എന്ന് സുപ്രഭാതം മുഖപ്രസംഗത്തിൽ വിമർശിക്കുന്നു. ഒപ്പം തന്നെ നയപ്രഖ്യാപനത്തിലും ധവളപത്രത്തിലും കേന്ദ്രത്തെ വിമർശിക്കാതിരിക്കാനുള്ളൊരു ജാഗ്രത കാട്ടി. കേരളത്തിന് അർഹമായതൊന്നും കേന്ദ്രം തരുന്നില്ല. ആ നിലപാട് തുടരുമ്പോൾ വിമർശിക്കാൻ എന്തിനാണ് മടിക്കുന്നത്? കേന്ദ്രത്തിനെതിരെ മുഖ്യമന്ത്രി ഒരു വരി പോലും പറയുന്നില്ല. ഗവർണറുടെ അമിതാധികാരം എന്തുകൊണ്ട് എതിർക്കുന്നില്ല എന്നും സുപ്രഭാതം ചോദിക്കുന്നു. ഒപ്പം തന്നെ സർക്കാരിന്റെ നിലപാട് ജനവിശ്വാസത്തെ തോൽപ്പിക്കുന്നതാണ്. PM ശ്രീയിൽ നിലപാടില്ല, പദ്ധതി റദ്ദാക്കുമെന്ന് പറഞ്ഞവർ ഇപ്പോൾ ഒളിച്ചു കളിക്കുകയാണ്. പ്രതിപക്ഷത്തായിരുന്നപ്പോൾ എതിർത്ത പല പദ്ധതികളും നടപ്പാക്കാനാണ് UDF ശ്രമിക്കുന്നതെന്നും സുപ്രഭാതം അവരുടെ മുഖപ്രസംഗത്തിൽ വ്യക്തമാക്കുന്നു. എടുത്തു പറയേണ്ടത് ജനായത്ത സമ്പ്രദായത്തിന്റെ മുഖമുദ്ര സുതാര്യതയാണ്. തെളിച്ചമുള്ള നിലപാടും വിട്ടുവീഴ്ചയില്ലാത്ത ആശയ ദൃഢതയുമുള്ള ജനനായകരാണ് ജനാധിപത്യത്തെ കൂടുതൽ പ്രശോഭിതമാക്കുന്നത്. വാക്കും നിലപാടും സൂക്ഷ്മതയോടെ പാലിക്കാനുള്ളതാണെന്ന ഭരണകൂടത്തിലുള്ളവർ നിരന്തരം ഓർമ്മിക്കുമ്പോഴാണ് ഒരു ഭരണകൂടം കൂടുതൽ ജാഗ്രതയും ജനകീയമാവുന്നത് എന്നുകൂടി പറയുന്നു. അങ്ങനെ ഈ PM ശ്രീ പോലുള്ള പദ്ധതികൾ സർക്കാർ സ്വീകരിക്കുന്ന വ്യക്തതയില്ലാത്ത നിലപാടുകളും അനിശ്ചിതത്വവും സതീശൻ സർക്കാരിന്റെ പ്രതിച്ഛായയെ ബാധിച്ചിട്ടില്ലെന്ന് പറയാനാവുമോ എന്ന് സുപ്രഭാതം ചോദിക്കുന്നു. നിലപാടെന്നാൽ ഒളിച്ചുകളിയല്ല എന്ന ശീർഷകത്തിലാണ് മുഖപ്രസംഗത്തിൽ UDF സർക്കാരിനെതിരെ സമസ്ത മുഖപത്രം രൂക്ഷമായ മുഖപ്രസംഗം എഴുതിയിരിക്കുന്നത്. ശരി, വ്യക്തമാണ്. എന്തായാലും രൂക്ഷ വിമർശനമാണ് സമസ്ത മുഖപത്രം സുപ്രഭാതം ഉന്നയിക്കുന്നത്. പ്രധാനമായും PM ശ്രീ പദ്ധതിയിൽ എടുക്കുന്ന സർക്കാരിൻ്റെ നിലപാടുകളിലാണ് പ്രധാനമായും ഉള്ള ഒരു വിമർശനം വന്നിരിക്കുന്നത്. നയപ്രഖ്യാപനത്തിലും പത്രത്തിലും കേന്ദ്രത്തെ വിമർശിച്ചില്ല എന്നൊരു വിമർശനം കൂടി മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. എന്തായാലും വലിയൊരു വിമർശനം ആണ് ഇപ്പോൾ സുപ്രഭാതത്തിലൂടെ സർക്കാരിനെതിരെ ഇപ്പോൾ മുഖപത്രം എഴുതി വയ്ക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ നൽകിയത് റിയാസ് KMR ആണ്. ഉയർന്ന നിലവാരമുള്ള എഥനോൾ കലർന്ന പെട്രോളിന്റെ എക്സൈസ് തീരുവ കേന്ദ്ര സർക്കാർ ഒഴിവാക്കി.
ക്രൂഡ് ഓയിൽ വില വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ഇറക്കുമതി കുറയ്ക്കുന്നതിനും തദ്ദേശീയമായി ജൈവ ഇന്ധനത്തിന്റെ ഉൽപ്പാദനവും ഉപയോഗവും പ്രോത്സാഹിപ്പിക്കുന്നത് ലക്ഷ്യമിട്ടാണ് കേന്ദ്ര നടപടി. സർക്കാർ വിജ്ഞാപനമനുസരിച്ച് 22% മുതൽ 30% വരെ എഥനോൾ അടങ്ങിയ പെട്രോളിന് എക്സൈസ് തീരുവ ബാധകമല്ല. E22, E25, E27, E30 തുടങ്ങിയ ഇന്ധന വകഭേദങ്ങൾക്ക് ഇളവ് ലഭിക്കും. എഥനോൾ കലർന്ന പെട്രോൾ രാജ്യത്ത് ആദ്യമായി കഴിഞ്ഞ ആഴ്ച വിപണിയിൽ എത്തിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് എക്സൈസ് തീരുവ കുറച്ചുകൊണ്ടുള്ള കേന്ദ്രത്തിന്റെ നടപടി.